കൊല്ലത്തെ മൺറോത്തുരുത്ത് പനയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പാലത്തിന്റെ രൂപകൽപ്പന സംബന്ധിച്ചുണ്ടായ തർക്കം പരിഹരിച്ചെങ്കിലും പണി പൂർത്തിയാക്കാൻ ഇനിയും സമയം വേണമെന്നാണ് നിർമ്മാണ കമ്പനിയുടെ നിലപാട്. 2020 ഡിസംബറിലാണ് കൊല്ലം മൺറോത്തുരുത്ത് പനയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പേഴുംതുരുത്ത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 400 മീറ്ററിലധികം നീളമുള്ള പാലത്തിനും അനുബന്ധ പാതയ്ക്കുമായിരുന്നു പദ്ധതി. ഇരുവശത്തുമായി 270 മീറ്ററോളം നീളത്തിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി. പിന്നാലെ പ്രശ്നങ്ങളും തുടങ്ങി. മധ്യഭാഗത്തെ 3 സ്പാനുകളുടെ രൂപകൽപ്പന സംബന്ധിച്ച് കരാറുകാരും കേരള റോഡ് ഫണ്ട് ബോർഡും തമ്മിലുള്ള തർക്കമായിരുന്നു പ്രധാനം. ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് 70 മീറ്റർ ദൈർഘ്യമുള്ള സ്പാനുകളുടെ നിർമ്മാണ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് കിഫ്ബിയും ഇതിൻ്റെ കരാറുകാരനുമായിട്ടുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി നേതാക്കന്മാർ, CPI-എമ്മിൻ്റെ നേതാക്കന്മാരുടെ വാർത്തകൾ വരാറുണ്ട്. പെരുമൺ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കും, എല്ലാ തർക്കങ്ങളും പരിഹരിക്കപ്പെട്ടു. ഇങ്ങനെ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതൊഴിച്ചാൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നാളിതുവരെ എടുത്തിട്ടില്ല, മുന്നോട്ട് പോകുന്നില്ല. 2022 ജനുവരി മുതൽ 2023 ജനുവരി വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചു. 2023 ജൂണിൽ പുതിയ ഡിസൈന് ധാരണയുമായി. 2024 ജനുവരിയിൽ പാലത്തിന്റെ മധ്യഭാഗത്ത് പുതിയ രൂപകൽപ്പന പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും കരാർ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് നിർമ്മാണ കമ്പനി. പുതിയ ഡിസൈനിൽ പണി പൂർത്തീകരിക്കാൻ 33 മാസം കൂടി വേണമെന്നാണ് കമ്പനിയുടെ നിലപാട്. കമ്പനിയുടെ ആവശ്യത്തോട് പൊതുമരാമത്ത് വകുപ്പും നിർവഹണ ഏജൻസിയായ റോഡ് ഫണ്ട് ബോർഡും മുഖം തിരിച്ചിരിക്കുന്നു. 18 മാസം കൂടി നൽകാമെന്നാണ് ഏജൻസികളുടെ നിലപാട്. സമയം നീട്ടി നൽകുന്നതിൽ അന്തിമ തീരുമാനം സർക്കാരിനും വിട്ടിട്ടുണ്ട്. പാലം വന്നാൽ മൺറോത്തുരുത്തിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ദൂരം 10 കിലോമീറ്ററിൽ താഴെയായി കുറയും. കിഴക്കേക്കല്ലട, പടിഞ്ഞാറേക്കല്ലട മേഖലകളിലെ യാത്രാ ദുരിതം പരിഹരിക്കാനും ടൂറിസം വികസനത്തിനും പാലം ഗുണകരമാകും. ജനം, കൊല്ലം.